ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നത് ഉത്തരം പറയാത്ത ഒരു ചോദ്യത്തോടു കൂടിയാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യമല്ല, ഉത്തരം പറയാത്തൊരു ചോദ്യം. മാർക്കോസ് സുവിശേഷകൻ ബോധപൂർവം ഒളിപ്പിച്ചു വെച്ചൊരു ചോദ്യം. ആ ചോദ്യം ഇങ്ങനെയാണ്: ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനനുസരിക്കുന്നല്ലോ. മാർക്കോസ് സുവിശേഷന് ലക്ഷ്യമുണ്ട്. യേശു ദൈവമാണെന്ന് ഈ ഭൂമിയെ പഠിപ്പിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് മാർക്കോസ് സുവിശേഷൻ എത്തിക്കുകയാണ്. ഒരു ചോദ്യത്തിന് ഉത്തരം പറയാതെ മാർക്കോസ് സുവിശേഷൻ അവിടെ ഇൻകംപ്ലീറ്റ് ചെയ്ത ഒരു പാസേജാണത്. എന്നാൽ ഇത് പറയുമ്പോൾ മാർക്കോസ് സുവിശേഷകൻ ആ നടന്ന ഇൻസിഡൻറ്റിനെ എത്ര മനോഹരമായിട്ടാണ് നറേറ്റ് ചെയ്തത്. കാര്യം, ഇതിനു മുമ്പ് യേശു ചെയ്ത പല അത്ഭുതങ്ങളും ഈ ശിഷ്യന്മാർ ദൃക്സാക്ഷികളാണ്. അവരുടെ കൺമുമ്പിൽ വെച്ചാണ് കുഷ്ഠരോഗികൾ സുഖപ്പെട്ടത്, അന്തർ കാഴ്ച കിട്ടിയത്, രോഗികൾ സുഖം പ്രാപിച്ചത്, എന്തിന് മരിച്ചവർ പോലും എഴുന്നേറ്റത്. എന്നാൽ ഇത് ഫസ്റ്റ് ടൈമാണ്. ഈ ഫസ്റ്റ് ടൈം എന്ന് പറയാൻ കാര്യം, ഇത് കാറ്റും കോളുമാണ്. അവർ മരിക്കുമെന്ന് ചിന്തിച്ച നിമിഷമാണ്. അവർ പേടിച്ച് വിറച്ച നിമിഷമാണ്. ഈ സമയത്താണ് യേശു അപ്പുറത്ത് തലയണ വെച്ച് കിടന്നുറങ്ങിയത്. ബെന്യാമിൻ പറഞ്ഞ പോലെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകളാണല്ലോ. അങ്ങനെയാണെങ്കിൽ പലരുടെ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ അവർക്കത് കാഴ്ചയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അവരുടെ തന്നെ ജീവൻ പോകുന്ന നിമിഷത്തിനാണ് യേശു അപ്പുറത്ത് കിടന്നുറങ്ങിയത്. അവൻ എഴുന്നേറ്റ് കാറ്റിനെ കിടന്ന് ശാന്തമാക്കി. പെട്ടെന്ന് അവർ ഓർക്കാൻ സാധ്യതയുള്ളത് പഴയ നിയമമാണ്. കാര്യം, ചെങ്കടലിനെ വിഭജിച്ച ഒരു ദൈവം അവർക്കുണ്ട്. അതൊക്കെ അവർക്ക് അൺഇമാജിനബിളാണ്. ഇതൊക്കെ വായിച്ചു കേട്ട സംഭവങ്ങളാണ്. എന്നാൽ ഇവൻ ആദ്യമായിട്ട് കണ്ടു ഈ കടലിങ്ങനെ ശാന്തമാകുന്നത്. എഴുന്നേറ്റ് നിന്ന് അവൻ ഒന്ന് മിണ്ടാതിരിക്കുന്നു പറഞ്ഞപ്പോൾ അത് മിണ്ടാതെ അനുസരിച്ചത്. അപ്പോൾ അവർ ചോദിച്ചു, ഇവൻ ആരാണ്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യവും ഉത്തരവും ഇത് തന്നെയാണ്. ഹു ഈസ് ഹി? ഇവൻ ആരാ? കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു വെളിച്ചം വരും നമുക്ക്. മാർക്കോസ് സുവിശേഷൻ ലക്ഷ്യമാക്കി എന്താണെന്നറിയോ? ഇവനാണ് ഏക രക്ഷകനെ നമ്മൾ വിശ്വസിക്കണം. പഴയ നിയമത്തിൽ ആ ദൈവം ഇവനാണെന്ന് നമ്മൾ കണക്ട് ചെയ്യണം. ഇപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ഈ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമായിട്ടൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനം അവൻ രക്ഷകനാണെന്ന് പറയാൻ നമ്മൾ മറന്നു പോകുന്നുണ്ട്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം, നമ്മളുടെയൊക്കെ ഈ കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ നമ്മൾ ക്രിസ്മസ് പാപ്പയിലും കേക്കിലും ആഘോഷ പരിപാടികളിലും ഡീജകളിലും മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങിപ്പോകുന്നുണ്ട്. ഇതിലെവിടെയും നമ്മൾ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നില്ല എന്ന ഏറ്റവും വലിയ സങ്കടത്തോടു കൂടിയാണ് ഓരോ ക്രിസ്മസും ഓരോ ഈസ്റ്ററും ഒക്കെ അവസാനിക്കുന്നത്. നമ്മളുടെ ആഘോഷങ്ങൾക്കിടയിൽ ക്രിസ്തു ഏക രക്ഷകനാണെന്ന് നമ്മൾ പറയുന്നുണ്ടോ? അങ്ങനെ പറയാത്ത വിശ്വാസം നമ്മളെ രക്ഷിക്കുമോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.